17-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലാണ് ഈ 3 മങ്കീസ് മിസാരു, കിസാരു, ലൊസാരു. മിസാരു എന്ന കുരങ്ങ് കണ്ണുകൾ പുത്തിയും കിസാരു എന്ന കുരങ്ങ് ചെവികൾ പുത്തിയും ലൊസാരു എന്ന കുരങ്ങ് വാ പുത്തിയും നിൽക്കുന്ന ചിത്രങ്ങൾ, ശില്പങ്ങൾ പുറത്തു വന്നത്. അത് പോപ്പുലറായത് മഹാത്മാഗാന്ധിജി ഇവിടെ ഒരു എത്തിക്കൽ കൺസെപ്റ്റായിട്ടും എത്തിക്കൽ കോൺഷ്യസ്നെസ്സിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് അതിനെ അവതരിപ്പിച്ചപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ നാം തിന്മയിൽ നിന്നും അകന്നു നിൽക്കാതെ നമുക്ക് നന്മ കൊണ്ടെന്നറിയാനാവില്ല. തിന്മയിൽ നിന്നും അകന്നു നിൽക്കണമെന്നുണ്ടെങ്കിൽ തിന്മയായിട്ടുള്ളത് വർജിക്കണം. തിന്മയായിട്ടുള്ളത് വർജിക്കണം എന്നുണ്ടെങ്കിൽ തിന്മയായിട്ടുള്ളതിന് നാം കണ്ണ് കൊടുക്കരുത്, ചെവി കൊടുക്കരുത്, വായ് ഉപയോഗിക്കരുത്. കാരണം തിന്മ ആയിട്ടുള്ളത് കാണുമ്പോഴാണ് തിന്മ മനസ്സിലേക്ക് വരിക, തിന്മ കേൾക്കുമ്പോഴാണ് തിന്മ ചിന്തയിലേക്ക് വരിക, തിന്മ പറയുമ്പോഴാണ് നാം അശുദ്ധരായിട്ട് മാറുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണല്ലോ നമ്മളെ അശുദ്ധരാക്കി മാറ്റുന്നത്. കാരണം ഉള്ളിൽ നിന്നാണ് സകലവിധ ദുഷ്വിചാരങ്ങളും നമ്മളിലൂടെ പുറപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ തിന്മയിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള 3 ചിന്തകൾ മഹാത്മാഗാന്ധിജി ജപ്പാനിലെ ആ ചിന്തയെ കടമെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്രകാരം തിന്മയിലായിരിക്കുന്ന ഒരു വ്യക്തി നന്മയെക്കുറിച്ച് പ്രസംഗിക്കുന്നതും, തിന്മയുടെ സ്വാധീനത്തിലായിരിക്കുന്ന ഒരു വ്യക്തി നന്മ ശ്രമിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതും ഒന്നും ഒരിക്കലും സ്വീകാര്യമാവുകയുമില്ല, അതിന് വിശ്വാസ്യത ഉണ്ടാവുകയുമില്ല. നാം നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കിയും ഹൃദയത്തെ വെടിപ്പാക്കിയും സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ശുദ്ധതയോടുകൂടി ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ മനസാക്ഷി നിർമ്മലമാക്കാതെയും ഹൃദയത്തെ വെടിപ്പാക്കാതെയും നമുക്ക് ഒരിക്കലും നല്ല കാര്യങ്ങളിൽ വ്യാപൃതനാവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിന്മയെ നാം ബോധപൂർവം വർജിക്കണം. ഇറ്റ്സ് എ കോൺഷ്യസ് എഫർട്ടാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെതിരെ നമ്മുടെ കണ്ണ് ഉപയോഗിക്കില്ല എന്നുള്ളൊരു ശക്തവും വ്യക്തവുമായ നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടത്. അല്ലാതെ ഒതുങ്ങിക്കൂടി എല്ലാത്തിൽ നിന്നും മാറി ഒരു മുറിയിൽ കയറി ഇരിക്കലല്ല. അത് മുറിയിൽ കയറി ഇരുന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല. ജീവിതം മുറിക്ക് പുറത്ത് തന്നെയാണ്. പക്ഷേ കാണണ്ട എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ബോധപൂർവം ഒരു തീരുമാനമെടുക്കുകയും കേൾക്കണ്ട എന്ന് ഞാൻ ശക്തമായ നിലപാടെടുക്കുകയും ഞാൻ വേണ്ടാത്തത് പറയണ്ട എന്ന് എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ഒരു സെൽഫ് ട്രെയിനിങ് അവനവന് തന്നെ ഉണ്ടായിരിക്കേണ്ട ആ ഒരു പരിശീലനം അതുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒഴിഞ്ഞു മാറി നിൽക്കലായി നമ്മൾ ഒരിക്കലും അതിനെ കാണരുത്. ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റേത് അല്ലാതെ ജീവിക്കാനായിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ 3 ചിന്തകളിലൂടെ അല്ലെങ്കിൽ 3 ചിത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ലോകത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല. ലോകത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ആരും ലോകത്തെ നന്നാക്കാനാവില്ല. ലോകത്തിലായിരുന്നുകൊണ്ട് തന്നെ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനം. തിന്മയായിട്ടുള്ളത് കാണണ്ട, തിന്മയായിട്ടുള്ളത് കേൾക്കണ്ട, തിന്മയായിട്ടുള്ളത് പറയണ്ട എന്നുള്ള ആ ഒരു ശക്തവും വ്യക്തമായ നിലപാട്. അപ്രകാരമുള്ള നിലപാടുകളിലൂടെ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ സമൂഹത്തെ അതുവഴിയെ നന്നാക്കുവാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.